ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചൂടായിട്ടുണ്ട്. ഉലുവയിട്ട് പൊട്ടിക്കുക. ഉലുവ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് വെച്ചിരിക്കുന്ന തക്കാളി, പച്ചമുളക്, കറിവേപ്പില, ചതച്ച ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും കുടമ്പുളി ഇത്രയും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ തക്കാളിയൊക്കെ വഴറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും മുളകും മല്ലിപ്പൊടിയാണ് നന്നായി അതിൻ്റെ പച്ചമണക്കൊന്ന് മാറുന്ന വരെ അടുക്കളന്ന് വഴറ്റിക്കൊണ്ട് വരട്ടെ. അപ്പോഴേക്കും നമുക്കതിലേക്കുള്ള കറിയിലേക്ക് ആവശ്യമായി തേങ്ങ അരച്ചെടുക്കാം. അതിലേക്ക് ചിരണ്ടിയ തേങ്ങയിലേക്ക് ഒരു നുള്ളു പെരുംജീരകവും കുറച്ച് ചെറിയുള്ളിയും ചേർത്തതാണ്. ഇത് നന്നായി മഷി പോലെ അരച്ചെടുത്തിട്ട് വരാം. നമ്മുടെ മസാലയൊക്കെ മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മതി വെള്ളം. നമുക്ക് തേങ്ങയുടെ അരപ്പ് കൂടി ചേർക്കാനുള്ളതുകൊണ്ട് അധികം വെള്ളം വേണം. ഇത് തിളക്കട്ടെ. ഇത് തിളക്കുമ്പോഴേക്കും നമുക്ക് നന്നാക്കി വെച്ചിരിക്കുന്ന മത്തി ഇട്ട് കൊടുക്കാം. ചാറ് തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി ഇട്ട് കൊടുക്കാം. ചെറിയ മത്തിയാണ്, കുഞ്ഞു മത്തിയാണ്. നന്നായിട്ടൊന്ന് തിളകട്ടെ. അത് തിളച്ചതിന് ശേഷം നമുക്ക് തേങ്ങ അരച്ച് കൊടുക്കാം. നമ്മുടെ മത്തി കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നന്നായിട്ടൊന്ന് 2 തള തിളക്കട്ടെ. അതിനുശേഷം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കറി വെക്കാനെടുത്തതിൻ്റെ ബാക്കി മത്തിയിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇത് ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് മസാല പിടിക്കാൻ വേണ്ടി മാറ്റി വെക്കാം. നമുക്ക് വറുത്തെടുക്കാം. മത്തി തിളച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഒഴിച്ച് കൊടുക്കാം. മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് നന്നായി ഒന്ന് എല്ലാം കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മീൻ കറിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കല്ലുപ്പാണ് ഇട്ടിട്ടുള്ളത്. ഒന്ന് തിളച്ചാൽ മാത്രം മതി. അധികം സമയം കുറേ സമയം കിടന്ന് മീൻ തിളക്കണ്ട. അപ്പോൾ അതിൻ്റെ മീൻ ടേസ്റ്റ് കുറയും, നമുക്കറിയാലോ. അപ്പോൾ ഇനി ചെയ്യാം. ചെറുതായിട്ടൊന്ന് തിള പൊട്ടുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ മീൻ കറി അവിടെ ഇവിടേക്കായിട്ട് തിള പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. മൺചട്ടി ആയതുകൊണ്ട് തന്നെ ചട്ടിയുടെ ചൂടുള്ളത് കൊണ്ട് അധികം സമയത്ത് തിളപ്പിച്ചാൽ കറി അതിൻ്റെ ടേസ്റ്റ് കുറയും. നമുക്കിപ്പോൾ ഓഫാക്കാം. സമയത്ത് ഉപ്പും പുളിയൊക്കെ പാകത്തിനുണ്ടോ എന്നൊക്കെ നോക്കുക. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ സമയത്ത് ചേർത്ത് കൊടുക്കുക. പാൻ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വറുക്കാനെടുത്ത് വെച്ചിരിക്കുന്ന മീൻ നമുക്ക് അതിലേക്ക് കൊടുത്ത് വറുത്തെടുക്കാം. മീനൊക്കെ വറവ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് മറ്റൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം.